അറിയാത്ത നേതാവാണ്, അദ്ദേഹത്തിന് വിമർശിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ UDFന്റെ കോൺഗ്രസിന്റെ ഒക്കെ പിന്തുണ നിൽക്കുന്ന മറ്റൊരു നേതാവ് CPM-ലുണ്ട്, PK ശശി. തീവ്രത കുറഞ്ഞ ലൈംഗികാതിക്രമമൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിനെ സംരക്ഷിക്കുമോ? അല്ല, PK ശശിയുടെ പേരിൽ CPM എന്തെങ്കിലും നടപടി എടുത്താൽ എനിക്കറിയില്ല. അതുകൊണ്ട് ആരോപണം അവരുടെ പാർട്ടി കോടതി ഒരു നടപടി എടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPM അന്വേഷണം പ്രഖ്യാപിച്ചു, പാർട്ടി കോടതി വെച്ചു, എന്നിട്ട് ഒരു നടപടി എടുത്തില്ല. പരസ്യമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസ് നിലനിൽക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല. തരം താഴ്ത്തി ഉയർത്തുകയൊക്കെ ചെയ്യുന്ന അവരുടെ കാര്യം. PK ശശിയെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ KTDC ചെയർമാനാക്കിയത്, അല്ലേ? ഇതേ പാർട്ടിയും ഇതേ ഗവൺമെന്റും അല്ലേ PK ശശിയെ KTDC ചെയർമാനാക്കിയത്? അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റവും നിയമപരമായോ അല്ലാതെയോ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് CPM തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. CPM-ൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അതുവരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകും, അയാളുടെ പേരിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി പോകും. അല്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ല. PK ശശി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ, അപ്പോഴല്ലേ ഞങ്ങൾ ആലോചിച്ച് പറയാം. ഞങ്ങളിതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ചെന്നിത്തല ജിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്? PK ശശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെന്നിത്തല ജിയുടെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ കണ്ടത്. ചെന്നിത്തല ജി പറയുന്നത് PK ശശിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് പറയുന്നത്. അല്ലയോ ചെന്നിത്തല ജി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് വല്ല അടിസ്ഥാനവും ഉണ്ടോ? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോ ഈ പറയുന്ന മഹാനാണ് രാഹുലിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള എല്ലാ കളികളും കളിച്ചത്, അല്ലേ? അപ്പൊ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ എന്തടിസ്ഥാനമാണുള്ളത് എന്ന് മാത്രമല്ല, രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളൊന്നും നിയമത്തിന്റെ സാധുതയില്ല എന്ന് നമ്മുടെ രാജ്യത്തെ കോടതികൾ പറയുന്നു എന്ന് മാത്രമല്ല, രാഹുൽ നടത്തിയിരിക്കുന്ന എല്ലാ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും ഒക്കെ അയാൾ അവിവാഹിതനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാൾക്ക് എത്ര വേണമെങ്കിലും വ്യഭിചരിച്ച് നടക്കാമെന്ന് ആര് പറയുന്നു? ഈ രാജ്യത്തെ കോടതി പറയുന്നു, ഈ രാജ്യത്തെ നിയമങ്ങൾ പറയുന്നു, ഈ രാജ്യത്തെ ജുഡീഷ്യറി പറയുന്നു. അപ്പോ രാഹുൽ മാങ്കൂട്ടം ചെയ്ത കുറ്റം എന്താണ്? ഒരു കുറ്റക്കാരനല്ലാത്ത വ്യക്തിക്കെതിരെ എന്തിനാണ് കോൺഗ്രസ് ഒരു നിലപാടെടുത്തത്? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ് നടപടിയെടുത്തത്, അല്ലേ? ഇപ്പൊ PK ശശിയെ ഉൾക്കൊള്ളാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഈ പറയുന്ന ചെന്നിത്തലയെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശശിയെ ഉൾക്കൊള്ളുകയും രാഹുലിനെ പുറത്തു നിർത്താനുമാണ് ഭാവമെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അടിതെറ്റും. ശശിയെ ഉൾക്കൊള്ളാനും രാഹുലിനെ പുറത്തു നിർത്താനുമാണ് ഭാവമെങ്കിൽ, ഇതാണ് കണ്ടീഷൻ, ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ. കാരണം ഒരു ഉളുപ്പുമില്ലാതെ ഈ പറയുന്ന എന്ത് ധാർമ്മികതയാ ഇവിടെ ഈ രമേശ് ചെന്നിത്തലക്കുള്ളത്? ഇത് കോൺഗ്രസിന്റെ മൊത്തം അഭിപ്രായമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇന്നിപ്പോ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണം കേട്ടത്. ഇതില് എന്ത് ധാർമ്മികതയാണ് കോൺഗ്രസിനുള്ളത്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലക്കുള്ളത് കോൺഗ്രസിനുള്ളത് എന്ന് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇതാണോ എന്നുള്ളത് നമുക്കറിയില്ല. മനസ്സിലായില്ലേ? രമേശ് ചെന്നിത്തലക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. രമേശ് ചെന്നിത്തല രാഹുലിനെതിരെ കുരക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഹുലിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയിൽ പെടുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല, അല്ലേ? ആണല്ലോ. അങ്ങനത്തെ രമേശ് ചെന്നിത്തലയുടെ ധാർമ്മികത എന്താണ്? കാരണം PK ശശിക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. PK ശശിക്കെതിരെ പിന്നെ എന്തുണ്ടായില്ല? വന്നിരിക്കുന്ന ആരോപണങ്ങളും പരാതികളും അത് AKG സെന്ററിന്റെ അട്ടത്ത് വെച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെ നിയമത്തിന് മുന്നിലേക്കോ ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിക്ക് മുമ്പിലേക്കോ ആ പരാതി എത്തിയില്ല എന്നതാണ്. അത് ഈ രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലും PK ശശി വിഷയത്തിലുമുള്ള വ്യത്യാസം ഇതാണ്. രാഹുലിനെതിരെയുള്ള പരാതി നേരെ പോയത് എങ്ങോട്ടാ? ഈ രാജ്യത്തെ ജുഡീഷ്യറിയുടെ മുമ്പിലേക്കാ. എന്നാൽ ആ ജുഡീഷ്യറിയുടെ മുമ്പിലേക്ക് എത്തേണ്ടിയിരുന്ന PK ശശിക്കെതിരെയുള്ള പരാതി ചെന്നിരിക്കുന്നത് നേരെ AKG സെന്ററിന്റെ അട്ടത്തേക്കാണ്. ഇതാണ് വ്യത്യാസം. അപ്പോ ഞാൻ പരാതിയെ കുറിച്ചോ
ജുഡീഷ്യറിക്ക് മുന്നിൽ വന്ന പരാതിയെ കുറിച്ചോ എന്നുമല്ല പറയുന്നത്. ഇപ്പൊ ജുഡീഷ്യറിക്ക് മുന്നിൽ വന്ന പരാതിയിൽ രാഹുൽ കുറ്റക്കാരനല്ലെന്ന് കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ധാർമ്മികത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. രാഹുലിനെതിരെ നടപടിയെടുക്കാൻ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകൾ പറഞ്ഞ കാരണം എന്താണ്? ധാർമ്മികതയാണ് പ്രശ്നമെന്നാണ് പറഞ്ഞത്. ഒരു ജനപ്രതിനിധി ഇങ്ങനെ ആവരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതേ ധാർമ്മികത ഈ പി കെ ശശിയുടെ കാര്യത്തിലും വേണ്ടേ? അതേ ധാർമ്മികത ഇതേ പി കെ ശശിയുടെ കാര്യത്തിലും വേണ്ടേ എന്നുള്ളതാണ് എന്റെ ചോദ്യം, അല്ലേ? ആ ധാർമ്മികത പി കെ ശശിയുടെ കാര്യത്തിൽ വേണമല്ലോ. അല്ലാതെ ശശിയെ ഉൾക്കൊള്ളാമെന്നും രാഹുലിനെ പുറത്തു നിർത്താമെന്നുമാണ് കോൺഗ്രസ്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തുന്നതെങ്കിൽ അത് വലിയ വില കോൺഗ്രസ് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. എത്രയൊക്കെ പണിയെടുത്താലും നിങ്ങളെ വലിയ വില കൊടുക്കേണ്ടി വരും, അല്ലേ? അതിലൊരു അന്തസ്സ് കുറവിനപ്പുറത്തേക്ക് ഒരു തന്തയില്ലായ്മ തരം കൂടി ഇതിൽ ഉണ്ടാകും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഇത് സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പൊ പി കെ ശശിയെ കോൺഗ്രസ് പിന്തുണക്കുവോ കോൺഗ്രസിലേക്ക് എത്തുവോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അങ്ങനത്തെ ചർച്ചകളെ കുറിച്ചൊന്നും കോൺഗ്രസ് ഇന്ന് വരെ ഒരു അപ്ഡേറ്റും നൽകിയിട്ടുമില്ല. ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ വാക്കിൽ പോലും ശശിയെ പിന്തുണക്കുമെന്നോ അല്ലെങ്കിൽ ശശി കോൺഗ്രസിലേക്ക് എത്തുമെന്നോ ശശി UDF സ്വതന്ത്രനാകുമെന്നോ അങ്ങനെ ഒരു വാക്കുപോലും രമേശ് ചെന്നിത്തല പറഞ്ഞില്ല. പക്ഷെ എന്റെ ചോദ്യം, ഞാനിവിടെ രാഷ്ട്രീയപരമായ ഒരു ചോദ്യം ഉന്നയിക്കാനല്ല വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ രാഹുലിനെതിരെ നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല, ആണല്ലോ. ആ കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ, ഇല്ല. അത് ശരി, ആയിക്കോട്ടെ. നിങ്ങൾ രാഹുലിനെതിരെ ആവശ്യപ്പെട്ട നടപടി നമ്മൾ പിന്തുണക്കുന്നു, ശരിയാണ്, അയാൾക്ക് ധാർമ്മികത ഉണ്ടാവണമായിരുന്നു, ഓക്കെ. അവിടെ ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. ഈ പറയുന്ന രാഹുലിന് ധാർമ്മികത വേണമെന്ന് പറയുന്ന ആൾ ശശിയുടെ ധാർമ്മികതയെ കുറിച്ച് എന്താണ് അയാൾക്കെതിരെ ഒന്നും നിലനിൽക്കില്ല എന്ന് പറയുന്നത്? അയാൾക്കെതിരെ ഒന്നും നിലനിൽക്കില്ല, ഒരു കുറ്റവും നിലനിൽക്കില്ല എന്നാണ് വാദമെങ്കിൽ രാഹുലിനെതിരെയും ഒരു കുറ്റവും നിലനിൽക്കില്ല. അപ്പൊ പിന്നെ രാഹുലിനെതിരെ നടപടി എടുത്തത് എന്തിനാണ്? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ്? ഇതിന് മറുപടി പറയേണ്ടതില്ലേ? അപ്പോ ധാർമ്മികത ആണ് പ്രശ്നമെങ്കിൽ, അതാണ് മാനദണ്ഡമെങ്കിൽ, ധാർമ്മികതയാണ് മാനദണ്ഡമെങ്കിൽ അത് രാഹുലിന് മാത്രമായിട്ട് അപ്ലിക്കബിൾ ആവുന്ന ഒരു കാര്യമാണോ? അല്ലല്ലോ. ധാർമ്മികത എല്ലാ മനുഷ്യർക്കും അപ്ലിക്കബിൾ ആവേണ്ടതല്ലേ? ഇനി നിയമത്തിന് മുന്നിൽ കുറ്റക്കാരനാണോ എന്ന് നോക്കിയിട്ടാണോ വിധി പറയുന്നതെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം നിയമത്തിന് മുന്നിൽ കുറ്റക്കാരനാവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്നതാ. മാത്രമല്ല, ഹൈക്കോടതിയുടെ ഈ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒന്നാമത്തെ പരാതി, ആ പരാതിയില് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുമ്പോ ആ ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം എന്ന് പറയുന്നത്, അവിവാഹിതനായ രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര ആളുകളുമായിട്ട് വേണമെങ്കിലും ശാരീരിക ബന്ധത്തിലും ലൈംഗിക ബന്ധത്തിലും ഏർപ്പെടാം എന്നുള്ളതാണ് ആ കോടതി വിധി. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നിയമപ്രകാരം രാഹുൽ കുറ്റക്കാരനല്ല എന്നാണ് കോടതി പറയുന്നത്. പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ധാർമ്മികതയുടെ വിഷയമാണ്. ആ ധാർമ്മികതയുടെ വിഷയം രാഹുലിന് മാത്രമായിട്ടുണ്ടാകുന്നതാണോ? ആണോ? ആ ധാർമ്മികത എല്ലാവർക്കും ഉണ്ടാവേണ്ടതല്ലേ? എല്ലാ മനുഷ്യരും ഉണ്ടാവേണ്ടതല്ലേ? എല്ലാ നേതാക്കൾക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടാവേണ്ടതല്ലേ? എല്ലാ ആണിനും ഉണ്ടാവേണ്ടതല്ലേ? എല്ലാ പെണ്ണിനും ഉണ്ടാവേണ്ടതല്ലേ? പുരുഷനും സ്ത്രീക്കും ഉണ്ടാവേണ്ടതല്ലേ? മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഉണ്ടാവേണ്ടതല്ലേ ധാർമ്മികത? അപ്പോ അവിടെ നീ ധാർമ്മികതയിൽ ഊന്നിയ ജീവിതമായിരിക്കണം നിന്റേത്, നീ തോന്നും പോലെ ജീവിക്കുന്നവരായിരിക്കണം നിന്റേത്. അതെങ്ങനെ ശരിയാകും മിസ്റ്റർ ചെന്നിത്തല ജി? ശരിയാകുമോ? അതൊരിക്കലും ശരിയാവില്ലല്ലോ. അപ്പോ നിങ്ങൾ ഈ പറയുന്നത്, എൻ്റെ ഇവിടെ ഒരു ചോദ്യം ചെന്നിത്തലയോട് ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കോൺഗ്രസിനാണ് ചോദ്യം. ചെന്നിത്തല പറഞ്ഞതാണോ കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതാണ് അറിയേണ്ടത്, അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോ പ്രഥമ ദൃഷ്ട്യാ ഈ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി പറയുമ്പോൾ, ശരി, നിങ്ങൾ രാഹുലിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ, പരാതി വന്നപ്പോ അതിനൊരു കൺസിഡറേഷൻ നൽകിയിട്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ആയിക്കോട്ടെ.
അതേ കൺസിഡറേഷൻ അയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ നിലനിൽക്കില്ല എന്ന് പറയുമ്പോഴും ഉണ്ടാവണമല്ലോ. രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തണമല്ലോ. അതല്ലേ വേണ്ടത്. ഇനി അയാളെ അങ്ങനെ തിരിച്ചെത്തിക്കാനുള്ള വല്ല പ്ലാനുകളും നടക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുൻപായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങളാണോ നടക്കുന്നത്? എന്താണെങ്കിലും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ ആൻസറുകൾ വേണം. കാരണം നമ്മൾ ധാർമ്മികത എന്നൊക്കെ പറഞ്ഞ് അത് പൊക്കിപ്പിടിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ധാർമ്മികതയുടെ അല്ലെങ്കിൽ ഇത് 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 പാലിക്കേണ്ട വ്യക്തികൾ, ഇത് ഉൾക്കൊള്ളേണ്ട വ്യക്തികൾ ആരാണ് എന്നുള്ള വലിയൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ശശിക്കില്ലാത്ത ധാർമ്മികത രാഹുലിന് വേണോ, അല്ലെങ്കിൽ രാഹുലിനുള്ള ധാർമ്മികത ശശിക്ക് വേണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്. മനസ്സിലായില്ലേ? പിന്നെ ജുഡീഷ്യറിയുടെ മുന്നിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരാൾ കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളത് ഈ രാജ്യത്ത് നിയമം തീരുമാനിക്കും. നിയമത്തിന് മുന്നിൽ ഈ പറയുന്ന ധാർമ്മികത എന്നൊന്ന് പറയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. പിന്നെ നിയമം എന്താണ് നോക്കുന്നത്? അത് ഈ രാജ്യത്തെ ഭരണഘടനയാണ്, ഈ രാജ്യത്തെ നിയമങ്ങളെയാണ്, ജുഡീഷ്യറിയാണ്, അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ്. അപ്പൊ അതിനനുസരിച്ചാണ്. അപ്പൊ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഈ രാജ്യത്തെ ഭരണഘടനകളും നിയമങ്ങളും മാത്രമേ ഉള്ളൂ. അവിടെ രാഹുൽ കുറ്റക്കാരനാകുന്നില്ല. ഏതുപോലെ ഈ പറയുന്ന പി കെ ശശിക്ക് നേരെ ഒരു കുറ്റങ്ങളും നിലനിൽക്കുന്നില്ലെങ്കിൽ, ഒരു കുറ്റവും നിലനിൽക്കുന്നില്ലെങ്കിൽ അതേ ഒരു സമാനമായ ഒരു സ്ഥിതിവിശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുമുള്ളത്. രാഹുലിനെതിരെ ഒരു കുറ്റവും നിലനിൽക്കുന്നില്ല. അപ്പോൾ ശശിയെ ഉൾക്കൊള്ളാമെങ്കിൽ ഈ പറയുന്ന രാഹുലിനെ കൂടി ഉൾക്കൊള്ളാൻ കഴിയണം. അത് ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിക്കുന്ന വലിയ അനീതിയായിരിക്കും അല്ലേ? ശശിയെ ഉൾക്കൊള്ളാം, പക്ഷെ രാഹുലിനെ പുറത്തു നിർത്തണമെന്ന് പറയുന്നത് അതിന് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. രാഹുൽ ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ ഒരിക്കലും കുറ്റക്കാരനല്ല, ഒരിക്കലും കുറ്റക്കാരനല്ല. അതിനപ്പുറം നിങ്ങൾ ഈ നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ഒരു വ്യക്തിയില്ല. അത് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ രാഹുൽ അത്രമാത്രം പണിയെടുത്തിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്, അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അയാൾ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അവസാനം അയാൾക്ക് കിട്ടിയത് എന്താണ്? അയാളെ ചവിട്ടി പുറത്താക്കുകയാണ് പാർട്ടി ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ പി കെ ശശിയെ പോലെയുള്ള ആളുകളെ കൂടെ നിർത്താനാണ് ഭാവമെങ്കിൽ നേതാക്കന്മാരൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ പാർട്ടി തിരുത്തിയില്ലെങ്കിൽ പാർട്ടിയെ കൊണ്ട് തിരുത്തിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട കേട്ടോ. നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന ഏർപ്പാട് നിങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാ. നിലപാടിൽ മായമില്ലെങ്കിൽ, നട്ടലുള്ള നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ നിലപാടിനൊപ്പം നിൽക്കും. പക്ഷേ ആ നിലപാട് എല്ലാവരുടെ കാര്യത്തിലും ആ നിലപാട് ഒരുപോലെ ആയിരിക്കണം, സാമ്യമുള്ളതായിരിക്കണം, സമാനമായ നിലപാടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എനിക്കറിയില്ല, ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ അതേ നിലപാട് അത് പാർട്ടിയുടെ നിലപാടാണോ എന്നും എനിക്കറിയില്ല. പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാട് ഉണ്ട് എന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ അത് വലിയ വില കോൺഗ്രസ് നൽകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്.